എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമല്ലേ? അങ്ങനെ ഞാൻ രാവിലെ കടലയും ഗ്രീൻ പീസും മുട്ടയൊക്കെ വയ്ക്കാൻ വെച്ചു. മീനൊക്കെ അറുത്ത് കഴുകി റെഡിയാക്കി. കടല സ്റ്റൂ വയ്ക്കാൻ വേണ്ടിയാണ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ രാവിലെ തോർത്ത് അടുക്കളപ്പണിയാണ്. അറിയാമല്ലോ, എനിക്ക് മരം വെട്ട് പാലെടുപ്പൊക്കെ ഉണ്ട്. മരം വെട്ടല്ല, മരം വെട്ടണ ഞാനല്ല, പാലെടുക്കാൻ പോകണം, ഷീറ്റ് അടിക്കണം. അങ്ങനെ ജോലി തുടങ്ങി. അങ്ങനെ രാവിലെ അടുക്കളപ്പണിയൊക്കെ തകർത്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ സ്റ്റൂ വയ്ക്കാമെന്ന് ചോദിച്ചു. ചീനച്ചട്ടിയൊക്കെ അടുപ്പിച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. ആദ്യം ചെറിയ ഉള്ളിയും സവാളയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് നല്ലവണ്ണം ഒന്ന് വശക്കിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാണ് വയ്ക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യം തന്നെ, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ പ്രാവശ്യം കണ്ടിട്ടുള്ളതാണല്ലോ, എല്ലാവർക്കും അറിയാം. അതൊക്കെ തന്നെയാണ് രാവിലെ അടുക്കള വിശേഷം. ഇപ്പം ഒരു തേങ്ങയൊക്കെ അങ്ങോട്ട് ഉടച്ചെടുത്ത് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞതിൽ ഒഴിക്കാൻ വേണ്ടി രാവിലെ ദോശയും കടലയും ഗ്രീൻ പീസും ഒക്കെ കൂടി ഒരു കറിയുമാണ് വെക്കുന്നത്. അങ്ങനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളെല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണു. മഴയൊക്കെ ചെറുതായിട്ട് തോർന്നു. വീണ്ടും ഇന്ന് മഴ പെയ്യുന്നുണ്ട്. മരം വെട്ടുമോയെന്നറിയില്ല, എങ്കിലും പോകണം. ഇന്നലത്തെ ഷീറ്റ് അവിടെ ഇരിപ്പുണ്ട്, അത് അടിക്കണം, അതിലേക്ക് വേണ്ടി പോകണം. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ഇടുകയൊക്കെ ചെയ്യണേ. എല്ലാവരോടും എപ്പോഴും പറയണം. അങ്ങനെ ഞാൻ മീൻ കറിയൊക്കെ റെഡിയായി. മീൻ കറി എല്ലാം അരച്ച് റെഡിയാക്കി. ഒരു മുട്ട അവിയൽ വയ്ക്കാൻ വേണ്ടി മുരിങ്ങയ്ക്കയും തക്കാളിയും പച്ചമുളക് വെച്ചു. അങ്ങനെ മുട്ട അവിയൽ വെച്ചു, മീൻ വെച്ചു. അങ്ങനെ ദോശ ചുടുന്നുണ്ട്. കുറച്ച് പാത്രങ്ങൾ അവിടെ കിടപ്പുണ്ട്, അതിനെല്ലാം കഴുകുക, അതിൻ്റെ ഇടയിൽ കൂടി ദോശ ചുടുക, കഴിക്കുക, ചായ ഇടുക, കുടിക്കുക, ഓടുക. ഇതാണ് ഇന്നത്തെ എൻ്റെ വീട്ടു വിശേഷങ്ങൾ. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും വളരെയധികം താങ്ക്സാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പ്രത്യേകിച്ച് പറയുന്ന വിശേഷങ്ങൾ ആർക്കും ഇല്ലെന്ന് എനിക്കറിയാം. ഓണമൊക്കെയാണ്, ഓണത്തിൻ്റെ തകൃതിയാണ്. അങ്ങനെ ദോശക്കുട്ടനെയൊക്കെ ചുട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം കഴിയുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആളുടെ എണ്ണം കൂടും. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങൾ 2 ആളേ ഉള്ളൂ. അങ്ങനെ ഇതൊക്കെ തന്നെയാണ് എൻ്റെ വീട്ടു വിശേഷങ്ങൾ. അത് കഴിഞ്ഞ് ഞാൻ മരം വെട്ടി പാലെടുത്ത് ഷീറ്റടിക്കുന്നവയൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കാണണം കേട്ടോ. കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ആരും കാണാതെ ഇരിക്കരുത്, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും ഒന്നും മടി കാണിക്കരുത്. ആരും ലൈക്ക് ചെയ്യാനൊക്കെ കുറച്ച് മടിയാണ്. കാണുന്നവരാരും 100 പേര് കണ്ട 5 പേര് ലൈക്ക് ചെയ്യും. അങ്ങനെ മരം വെട്ടി രാവിലെ അടുത്ത് പാല് ഷീറ്റാക്കാൻ വേണ്ടി ഒഴിച്ച് വയ്ക്കുന്നതാണ്. പാലെടുക്കുന്ന വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാലായി തുടങ്ങിയില്ല, 2 വെട്ടേ ആയിട്ടുള്ളൂ. കുറച്ച് ദിവസം പിടിക്കും, ഒരാഴ്ചയെങ്കിലും വെട്ടിയാലേ പാലായി വരുള്ളൂ. ഇങ്ങനെ രാവിലെ ഉള്ള പാലിനെയൊക്കെ എടുത്ത് കലക്കി റെഡിയാക്കി വയ്ക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഇന്നലെ കുറച്ച് ഷീറ്റ് ഉണ്ടായിരുന്നു, 2-3 ഷീറ്റേ ഉള്ളൂ. അതിനെ ഒന്ന് അടിക്കാൻ പോയി. ഒരു 2-4 ദിവസം കൂടി ആയാലേ. അങ്ങനെ അടുക്കള പണിയൊക്കെ കണ്ടല്ലോ. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഉച്ചഭക്ഷണങ്ങൾ. അത് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരത്തെ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി, ചായയൊക്കെ ഇട്ടു. ഇതൊക്കെയാണ്. എല്ലാവർക്കും താങ്ക് യു.